ഇന്നസെൻ്റ് മൂവി കണ്ടിട്ട് വരികയാണ്. അപ്പോൾ ഈ സിനിമ എത്രത്തോളം ഇന്നസെൻ്റ് ആയിരുന്നു, നന്നായിരുന്നോ എന്നുള്ളത് ഞാൻ പറയാം. അതിനു മുമ്പ് ഈ സിനിമയിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു എന്ന് തോന്നിയ കാര്യങ്ങൾ ആദ്യം പറയാം. ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു അമ്പലം, അതേപോലെ അവിടുത്തെ ആ ഒരു ലൊക്കേഷൻ, അതേപോലെ അവിടെ ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ ഓരോ വേഷങ്ങളിൽ വരുന്നുണ്ട്, അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു പ്രതീക്ഷ ഈ സിനിമ തരുന്നുണ്ടായിരുന്നു. ഇവർ ആ വന്ന വേഷങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഈ സിനിമയിൽ എന്തോ ഉണ്ട് എന്നൊരു പ്രതീക്ഷ അവിടെ തന്നിരുന്നു. ആ പ്രതീക്ഷ അവസാനം എന്തായെന്ന് ഞാൻ പിന്നെ പറയാം. പിന്നെ അതേപോലെ അവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു സിനിമാറ്റോഗ്രാഫി, ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് നിഖിൽ എസ് പ്രവീണാണ്. അതേപോലെ ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് റിയാസ് കെ ബദറാണ്. രണ്ടുപേരും നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ജനങ്ങളുടെ ആ ഒരു ഡ്രോണിൽ വെച്ചിട്ട് എടുത്തിരിക്കുന്ന ആ ക്യാമറ ഷൂട്ടിംഗ് ഒക്കെ, ആ മോഷനൊക്കെ ഫാസ്റ്റിലുള്ള മോഷനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. എഡിറ്റിങ്ങും നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു കടല വറുക്കുന്ന ആളുടെ അടുത്ത് അൽത്താഫ് പോയിട്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അത് പുള്ളി കോമഡി ആയിട്ടാണ് പറയുന്നത്, നമ്മളെ ചിരിപ്പിക്കാനാണ് പറയുന്നത്. പക്ഷേ അവിടെ ചിരിയേക്കാളും എനിക്ക് അതിലൊരു നല്ലൊരു മാറ്റർ ഉണ്ടായിരുന്നു, ചിന്തിക്കാനുള്ള മാറ്റർ ഉണ്ടായിരുന്നു. ആ കടലയ്ക്ക് ഉപയോഗിക്കുന്ന ആ മണലുമായി ബന്ധപ്പെട്ട സിനിമ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, അതെനിക്ക് നല്ലൊരു വിഷയമായിട്ട് തോന്നി. പിന്നെ അതേപോലെ ഈ സിനിമയിലെ പ്രധാന മാറ്റർ, ആ മാറ്റർ എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ അതൊരു സുഖമില്ലാത്ത മാറ്ററാണ്. എനിക്ക് അതുമായി ബന്ധപ്പെട്ട കോമഡികൾ സാധാരണ അങ്ങനെ വലിയ ഇഷ്ടമില്ല. കാരണം അത് വല്ലാതെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു അറപ്പ് പോലെ തോന്നും. പക്ഷേ ഇതിൽ ആ കോമഡി എനിക്ക് ഇഷ്ടമായി. കാരണം എന്താണെന്ന് വെച്ചാൽ അൽത്താഫ് അത് നന്നായിട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. പുള്ളി ആ KSRTC ബസ്സിൽ വെച്ചിട്ട് ആ ഒരു മാറ്ററുമായി ബന്ധപ്പെട്ട് പുള്ളി കാണിക്കുന്ന ഭാവങ്ങൾ, അതേപോലെ അവിടുന്ന് KSRTC ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് പുള്ളി ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്, അവിടെ വെച്ചാണ് പുള്ളിക്ക് കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അവിടെയൊക്കെ പുള്ളി കാണിക്കുന്നതൊക്കെ നല്ല ചിരിക്കാനുണ്ടായിരുന്നു. ഞാൻ ആ ഭാഗത്തൊക്കെ ചിരിച്ചു കേട്ടോ, ഇല്ല പറയാൻ പറ്റില്ല. അവിടെയൊക്കെ നല്ല കോമഡി ആയിട്ടും തോന്നി. അതേപോലെ സീരിയസ് മാറ്ററുകളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഈ സിനിമയിൽ കിളിപോൾ ഉണ്ട് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇവർ പരസ്യവും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ സിനിമയിൽ എവിടെയാണ് കിളിപോൾ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. സിനിമയുടെ ആ പുരോഗമനത്തിൽ അതായത് അങ്ങനെ സിനിമ മുന്നോട്ട് പോകുമ്പോൾ ഒരു കിളി പോലും വരുന്നില്ല. പക്ഷേ സിനിമ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആരും പുറത്തിറങ്ങി പോകണ്ട. കാരണം സിനിമ കഴിയുമ്പോൾ ആ എൻഡ് ടൈറ്റിൽ വരുന്ന സമയത്താണ് പുള്ളി വരുന്നത്. അപ്പോൾ അവിടെ കുഴപ്പമില്ല കേട്ടോ. കിളിപോളിന് നല്ല സോങ്, അതേപോലെ പുള്ളി കാണിക്കുന്ന സംഭവങ്ങളൊക്കെ ഒരു രസമുണ്ടായിരുന്നു. പക്ഷേ അവിടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ എല്ലാവരും സിനിമ കഴിഞ്ഞു പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവില്ലേ, പുള്ളി ഉള്ളതായിട്ടേ തോന്നുന്നില്ല. അപ്പോൾ ആ ഭാഗത്തെ പുള്ളിയെ കൊണ്ടുപോയി വെക്കാൻ പറ്റിയിട്ടുള്ളൂ ഇവർക്ക്. കാരണം പുള്ളിക്ക് കുറേ ഡയലോഗൊന്നും കൊടുത്താൽ ശരിയാവില്ല എന്ന് കരുതിയിട്ടായിരിക്കാം. പക്ഷേ എന്നാലും ആ ഭാഗം, പുള്ളിയുടെ ഭാഗം കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഈ സിനിമയിൽ കുറേ യൂട്യൂബിലുള്ളവരുണ്ട് കേട്ടോ. സഞ്ജു ആൻഡ് ലക്ഷ്മി ഉണ്ട്. അവർ ഈ സിനിമയിൽ സാധാരണ അവർ കുറേ ഇതിനു മുമ്പ് സിനിമകളിൽ വന്നിട്ടുണ്ട്, പക്ഷേ ചെറിയ ചെറിയ സീനുകൾ. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല, അവർ കുറേ സമയമുണ്ട്. പക്ഷേ കുറേ സമയം ഉണ്ടെന്നേ ഉള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ അവരൊക്കെ നല്ല കോമഡി ആർട്ടിസ്റ്റാണ്. എനിക്ക് അവരുടെ വീഡിയോകൾ കാണുമ്പോൾ ഒരു വീഡിയോയിൽ പോലും ചിരിക്കാതിരിക്കാറില്ല. കാരണം അവർ കാണിക്കുന്ന ആ ഒരു എക്സ്പ്രഷനും ആ കോപ്രാട്ടിത്തരവും ഒക്കെ നല്ലൊരു കോമഡി ആർട്ടിസ്റ്റാണ് അവർ. അപ്പോൾ സിനിമയിൽ അവർക്ക് അതേപോലത്തെ കോമഡികൾ കൊടുക്കാം. ഇതിൽ അവരെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇവരെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ സിനിമ ഫേമസ് ആകും എന്ന് കരുതിയിട്ട് തന്നെ ഇതിൽ കുറേ പേരെ ഇതേപോലെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ വിജയിനെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ നടന്നു പോയില്ലേ, പുള്ളിയുടെ പേരെനിക്ക് ഞാൻ ഓർക്കുന്നില്ല. പുള്ളി കുറേ കാലം സോഷ്യൽ മീഡിയയിലുണ്ടായിരുന്നു. പുള്ളി ഈ സിനിമയിലുണ്ട്. അതും വെറുതെ കുറച്ച് നേരം ബസ്സിൽ ഉറങ്ങുന്ന പോലത്തെ ഇതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ചെറിയ ഡയലോഗൊക്കെ പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറേ പേരെ ഈ സിനിമയിൽ അവർ അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവന്നാൽ അത് കാരണം സിനിമ അങ്ങോട്ട് ക്ലിക്കാകട്ടെ എന്ന് കരുതിയിട്ടാകാം. പക്ഷേ ക്ലിക്കാകണമെങ്കിൽ വേറെ ചില കാര്യങ്ങളും സിനിമയിൽ വേണം. അപ്പോൾ ഇതിലെ ആ മെയിൻ മാറ്റർ അൽത്താഫ് ചെയ്യുന്ന വരെയുള്ള സംഭവങ്ങൾ നന്നായിരുന്നു. അതിന് ഞാൻ കുറേ ചിരിച്ചു. അതേപോലെ അവിടുന്ന് അങ്ങോട്ടും കുറേ സംഭവങ്ങൾ ഉണ്ടാവുമെന്ന് കരുതി. പിന്നെ അതേപോലെ ഹീറോയിൻസ് ഇതിൽ ഒരു ഹീറോയിനല്ല, 2 പേരുണ്ട്. അനാർക്കലി മരക്കാറും ഉണ്ട്, വേറൊരു ഹീറോയിനും ഉണ്ട്. അപ്പോൾ അവരുടെ കാര്യം അവിടെ ഇരിക്കട്ടെ, ഞാൻ പിന്നെ പറയാം.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സിനിമയിൽ കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെ ഇതിൽ ചിരിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ സമയം വരെയുള്ള കാര്യങ്ങൾ ചിരിക്കാണ്ട്. ഇനി ഈ സിനിമ എങ്ങനെയായിരുന്നു എന്ന് പറയാം. ഈ സിനിമയുടെ തുടക്കത്തിൽ മുതൽ ഞാൻ പറഞ്ഞ മാറ്റർ വരെയുള്ള കാര്യങ്ങൾ, പ്രധാന മാറ്റർ വരെയുള്ള കാര്യങ്ങൾ കുഴപ്പമില്ലായിരുന്നു. നല്ല രീതിയിൽ തന്നെ അവർ അത് എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ചിരി വരുന്നുണ്ട്, ചിന്തിപ്പിക്കുന്നുണ്ട്, ഒക്കെ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് എന്തൊക്കെയോ എഴുതി പിടിപ്പിച്ചിട്ട് ഒരു സീരിയസ്നെസ്സും ഇല്ലാതെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഇവർ തുടങ്ങി വെച്ച കാര്യം ഓക്കെ, അത് നല്ലൊരു മാറ്ററായിരുന്നു. അപ്പോൾ ഇതിൽ അൽത്താഫിൻ്റെ വിനോദ് ക്യാരക്ടർ എപ്പോഴും സിസ്റ്റം ശരിയാക്കണം പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു പോവുകയാണ്. പുള്ളിയും ജോമോൻ ജ്യോതിരും കൂടി അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു സീരിയസ്നെസ്സും ഇല്ല, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ്. ശരിക്കും ഇവർ ആ സംഭവം ഉണ്ടാകുന്നത് വരെ കാണിച്ച ഒരു കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് ഈ സിനിമ നല്ല രീതിയിൽ എഴുതാമായിരുന്നു. ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് സതീഷ് തൻവിയാണ്, ഈ സിനിമയുടെ ഡയറക്ടർ തന്നെയാണ്. അദ്ദേഹത്തെ കൂടാതെ വേറെയും 2-3 പേര് കൂടി ഈ കഥ എഴുതിയിട്ടുണ്ട്. കുറേ പേര് ചേർന്നൊരു കഥ എഴുതുമ്പോൾ ചില സിനിമകൾ നല്ല ക്ലിക്കാവും, ചിലത് എല്ലാവരും കൂടി എഴുതി ആകെ കുളമാക്കുകയും ചെയ്യും. ആ രീതിയിലാണ് ഇതിലെ കോമഡികളൊക്കെ കുറേ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ആ ബൈക്കിൽ വെച്ചിട്ട് ഇവർ 2 ഹെൽമെറ്റ് വെച്ചിട്ട് ഇതിൽ ഏതാ എൻ്റെ ഹെൽമെറ്റ്, ഇങ്കി പിങ്കി പോങ്കി, എന്ത് കോമഡിയാ അത്. അതേപോലെ ആ മറ്റേ ബേക്കറിയിൽ വെച്ചിട്ട് ജോമോൻ ജ്യോതിരുടെ അടുത്ത് നിനക്കിനി ഞാൻ ജ്യൂസ് തരില്ല, ഞാൻ വാങ്ങി തരില്ല. അൽത്താഫിൻ്റെ വോയിസ് നല്ല രസമാട്ടോ, എനിക്കിഷ്ടമാണ് പുള്ളിയുടെ. അതൊക്കെ എന്ത് കോമഡിയാ, ആരാ ഇതൊക്കെ എഴുതി പിടിപ്പിച്ച്? ഒരു ചിരിയും വരുന്നില്ല, ദേഷ്യം വരുന്നുണ്ട്. കാരണം അവിടുന്ന് അങ്ങോട്ട് ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ എന്തൊക്കെയോ കൂട്ടി കുഴച്ച പോലെ പോകുന്നുണ്ട്. പക്ഷേ അതേസമയം ഇതിൽ ചിരിക്കാനും ഉണ്ട് കേട്ടോ, അത് ഞാൻ അവസാനം പറയാം. പിന്നെ ഇതിലെ പ്രധാന മാറ്ററായിട്ട് വന്ന കാര്യം സോഷ്യൽ മീഡിയയാണ് അൽത്താഫ് സലീഫിന് ഇതിൽ വിനോദ് കഥാപാത്രത്തിന് കുറേ പ്രശ്നങ്ങൾ തരുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയനെ കുത്തുന്ന രീതിയിൽ തുടങ്ങി വെച്ചിട്ട് അത് പൂർത്തിയാക്കാൻ ഈ കഥാകൃത്തുക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. അത് കാര്യം പറയണ്ടേ? സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്യുന്നത് ശരിയല്ല, തെറ്റാണ് എന്ന് കാണിക്കണ്ടേ? അതില്ല. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, ദിലീപേട്ടൻ്റെ പ്രിൻസ് മൂവി, അതിൽ ഇതേപോലത്തെ സംഭവങ്ങൾ കാണിച്ചിട്ട് അവർ സോഷ്യൽ മീഡിയയ്ക്ക് കൊടുക്കേണ്ട ആ ഒരു ഗുണപാഠം കൂടി അതിൽ വെക്കുന്നുണ്ട്. ഇത് അതൊന്നും ഇല്ലാതെ എങ്ങനെയൊക്കെയോ പോയിട്ട് അവസാനിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഈ സിനിമ. പിന്നെ അതേപോലെ അൽത്താഫ് സലീമിൻ്റെ ലൈഫ് കാര്യം, പുള്ളിയുടെ മാരേജ് കാര്യം, ഇതൊക്കെ ഉണ്ടായത് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ്. അതിനെന്ത് തീരുമാനമായി? ഹീറോയിനുകളെയൊക്കെ കാണിക്കുന്നുണ്ട്, അതിൽ 2 പേരെയും ഇഷ്ടപ്പെടുന്ന പോലത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്, ഓക്കെ. പിന്നെ എന്ത് സംഭവിച്ചു? അതിനും ഒരു തീരുമാനമില്ല. സിസ്റ്റം ശരിയാക്കുക പറഞ്ഞിട്ട് എന്തൊക്കെ കാണിച്ചിട്ട് കുറച്ചൊക്കെ എന്തൊക്കെ ശരിയാക്കി വെച്ചു, അത്രയേ ഉള്ളൂ. KSRTCനെ കുറിച്ച് ഇതിൽ കുറേ സംഭവങ്ങൾ കാണിക്കുക, അതൊക്കെ ഓക്കെ കേട്ടോ, നന്നായിട്ടുണ്ട്. അത് കുത്തുന്നുമുണ്ട്, അതിൽ കാര്യങ്ങൾ പറയുന്നുമുണ്ട്. അതിലും വലിയ തീരുമാനങ്ങളൊന്നും എത്തുന്നില്ല, എന്നാലും അവിടെ കുത്തുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊരു റിയാലിറ്റി തോന്നുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ മെയിൻ മാറ്റർ, അതും KSRTC സംബന്ധിച്ച് ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താ ഞാൻ പറയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ പറഞ്ഞു നിർത്തുന്നത്. അതൊക്കെ സീരിയസ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ തന്നെ കേട്ടോ, അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയയെ, അതേപോലെ അൽത്താഫ് സലീമിൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളെ, ഇതൊക്കെ എന്താണ്, അതിനൊക്കെ കറക്റ്റായ ഒരു ഉത്തരം കൊടുക്കണ്ടേ? അതൊന്നും സിനിമയിൽ വന്നിട്ടില്ല. പിന്നെ ഇതിലെ മ്യൂസിക്കിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. മ്യൂസിക് ഒന്നും പറയാനില്ല പ്രിയപ്പെട്ടവരെ. ഇതിൻ്റെ മ്യൂസിക് കൊടുത്തിരിക്കുന്നത് ജെ സ്റ്റെല്ലാറാണ്. പുള്ളി ഇവിടെ നിൽക്കേണ്ട ആളൊന്നും അല്ല കേട്ടോ. പുള്ളിയുടെ ആ ഒരു മ്യൂസിക് കാരണം തന്നെ സിനിമയിൽ പല സ്ഥലങ്ങളിലും സിനിമ പിടിച്ചു നിൽക്കുന്നുണ്ട് എന്ന് പറയാം. കാരണം അൽത്താഫ് സലീഫും ഗ്രൂപ്പും ആ ഭദ്ര റെസ്റ്റോറൻറ്റിൻ്റെ അവിടേക്ക് പോകുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, എന്താ മ്യൂസിക് കൊടുത്തിരിക്കുന്നു. അതേപോലെ അൽത്താഫ് സലീം തന്നെ പല സീനുകളിലും ആ KSRTC ബസ്സുകൾ കുറേ നിരന്ന് നിൽക്കുന്ന ഭാഗത്ത് പുള്ളി പോകുന്ന സമയത്ത് കൊടുത്തിരിക്കുന്ന മ്യൂസിക്, അതേപോലെ ഇതിൽ സോങ്ങുകളുണ്ട്, അതിന് കൊടുത്തിരിക്കുന്ന മ്യൂസിക്, അതൊക്കെ ജെ സ്റ്റെല്ലാറിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇതിൽ നല്ല മ്യൂസിക്കാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിലും ചിരിക്കാനും കുറേ ഉണ്ട് കേട്ടോ. ഞാൻ കുറേ ചിരിച്ചു. ഞാൻ പറഞ്ഞ ഒരു സുഖമില്ലാത്ത മാറ്ററുമായി ബന്ധപ്പെട്ട ആ കോമഡിയൊക്കെ തന്നെ ചിരിക്കാനുണ്ട്, ചിന്തിക്കാനും കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നാലും ഒരു സീരിയസ്നെസ് ഇല്ലാതെ
അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ചിരിപ്പിക്കുക കൂടി ചെയ്തുകൊണ്ട് ചിന്തിപ്പിക്കുക കൂടി ചെയ്തുകൊണ്ട് അവസാനം ആവുമ്പോഴേക്കും ഒരു സീരിയസ് ആയ ഒരു ഉത്തരവും കൊടുത്താൽ നന്നായിരുന്നു. അതുണ്ടായില്ല. എന്തായാലും കുറച്ച് ചിരിക്കാം, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ കഥ, തിരക്കഥ ഇത് രണ്ടും ഒന്നുകൂടി സ്ട്രോങ് ആക്കി ഉഷാറാക്കിയിരുന്നെങ്കിൽ ഈ സിനിമ നല്ല സംഭവമാക്കാം ആയിരുന്നു.